വളരെ ആവേശത്തോടു കൂടി തുടങ്ങിയ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഫെയിൽ ആകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ സ്റ്റാർട്ടപ്പുകൾ ഫെയിൽ ആകുന്നതെന്ന്? ഇതിൽ തന്നെ ഈ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് കോളേജിനകത്ത് തന്നെ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ബിസിനസ് ഇൻക്യുബേറ്റ് ചെയ്തിട്ട് കോളേജ് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ അത് വേറൊരു രീതിയിൽ വലുതാക്കിക്കൊണ്ട് തുടങ്ങി. പക്ഷെ പെട്ടെന്ന് തന്നെ അത് ഒരു അവസാനത്തിലേക്ക് പോകുന്ന സിറ്റുവേഷനും നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് ചില കാര്യങ്ങൾ ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് മാത്രമാണ്. ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി ബിസിനസ്സിനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും ബിസിനസ്സിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. അപ്പോൾ സാധാരണ സ്റ്റാർട്ടപ്പുകൾ ഫെയിൽ ആകുന്നതിൻ്റെ ചില റീസൺസ് അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഫെയിൽ ആകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ക്ലാരിറ്റിയാണ്. ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് യാതൊരു ക്ലാരിറ്റിയും ഇല്ലാതെ അതിലേക്ക് എടുത്തു ചാടുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, കുറേ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് ചെയ്യണതല്ലേ, അപ്പോൾ എങ്ങനെയാണ് ഒരാൾ ക്ലാരിറ്റി ഇല്ലാണ്ട് പോവുക? ശരിക്കും ആലോചിച്ചിട്ടൊക്കെ തന്നെയല്ലേ ചെയ്യുക എന്നുള്ളത്. ഈ ആലോചിക്കുന്ന രീതിയിലാണ് പ്രശ്നം. ഫോർ എക്സാമ്പിൾ, നമ്മളെന്ന വ്യക്തിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കും, നല്ല ഫാഷനബിളായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകാനൊക്കെ. അപ്പോൾ നമുക്ക് ഒരു മെറ്റീരിയലിൽ വല്ലാത്തൊരു താല്പര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ലിനൻ എന്ന മെറ്റീരിയൽ, അതിൽ വല്ലാത്തൊരു താല്പര്യം. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, ഒരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേനും നമുക്കൊരു ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങണം, അതും ലിനൻ്റെ ലൈനിൽ തന്നെ തുടങ്ങണം. ലിനൻ ആകുമ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കും. സത്യത്തിൽ ശരിക്കും നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, അത് മാർക്കറ്റിൻ്റെ ഇഷ്ടമാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അത് അന്വേഷിച്ചോ എങ്കിൽ പോലും അത് അന്വേഷിച്ചിട്ടുണ്ടാവുക നമുക്ക് നല്ല പരിചയമുള്ള വളരെ കുറച്ച് ആൾക്കാരോട് ചെക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലിനൻ ഇഷ്ടമാണോ എന്ന്. ഈ ലിനൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ശരിക്കും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അതിൻ്റെ മെയിൻ്റനൻസിന് ഒരു കോസ്റ്റ് ഉണ്ടാവും. കാരണം നോർമൽ അലക്കുന്നത് പോലെ നമുക്ക് അലക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവരും വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആകില്ല ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളത് ചിന്തിച്ചപ്പോഴത്തേനും നമ്മളെ മാത്രം ആ ഷൂസിലിട്ടിട്ട് നമ്മൾ ചിന്തിച്ചു, വേറെ മാർക്കറ്റിൻ്റെ നീഡ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നടക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? മാർക്കറ്റ് റിസർച്ച് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. ഈ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് കൃത്യമായി നടത്തേണ്ട ഒരു പരിപാടിയാണ്. അത് വെറുതെ നമുക്കറിയുന്ന 4 പേരോട് ചോദിച്ചു എന്നുള്ള രീതിയിലല്ല നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ മാർക്കറ്റ് റിസർച്ച് നടത്തേണ്ടത്. മാർക്കറ്റ് നീഡിനെ കൃത്യമായി അനലൈസ് ചെയ്യാതെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ക്ലാരിറ്റി ഇല്ലാണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ പണിപ്പാളും, എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ അബദ്ധത്തിൽ വീഴും, നമ്മൾ ഇടിച്ചു നിൽക്കും. അത് സ്റ്റാർട്ടപ്പ് ഫെയിൽ ആവാനായിട്ട് ഒരു റീസൺ ആയിട്ട് മാറും. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. അതിന് ഒരുപാട് പ്രോസസ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിലൂടെ നമ്മൾ കടന്നുപോയി അതെല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. ഇനി രണ്ടാമതൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? ബിസിനസ് മോഡൽ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ബിസിനസ് മോഡൽ എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയായി മനസ്സിലാക്കാൻ ഞാൻ റവന്യൂ മോഡലിനെ അതിനകത്തേക്ക് കൊണ്ടുവരാം. അപ്പം റവന്യൂ മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബിസിനസ് നടത്തി അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാനായിട്ടൊരു മോഡൽ ഉണ്ടാവേണ്ടേ? ആ മോഡൽ നമ്മൾ പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അല്ലാതെ എന്തോ ഒരു കാര്യം എൻ്റെ പാഷനാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണത്, ആ പാഷൻ ആയതുകൊണ്ട് മാത്രം ഞാൻ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു. പക്ഷേ ആ പാഷനെ ഒരു റവന്യൂ ആയി കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ആ പാഷനിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മോഡൽ നിങ്ങൾ ഡിവൈസ് ചെയ്തിട്ടുണ്ടാവണം. അതൊന്നും ചെയ്യാതെ ആ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളും ഒന്നും പ്രോപ്പർലി മൈൻഡിൽ ഇല്ലാതെ നിങ്ങൾ എൻ്റെ പാഷനാണത്, ഐ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. സാധ്യത നല്ലത് പൊട്ടും. കാരണം ഏത് ബിസിനസ്സിനും നമുക്ക് കൃത്യമായൊരു ബിസിനസ് മോഡൽ ഉണ്ടാവണം. അതിൽ ഫൈനാൻഷ്യൽ മോഡൽ വളരെ പ്രധാനമാണ്. ഈ ഫൈനാൻഷ്യൽ മോഡലിംഗ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഏതൊക്കെ തരത്തിൽ ആ ബിസിനസ്സിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ബിസിനസ് ചെയ്യാം, ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാം. ഒരേ പ്രോഡക്റ്റിന് തന്നെ നമുക്ക് ഫിസിക്കലി ഒരു സെൻറ്റർ വെച്ചിട്ട് അതിലൂടെ വിൽക്കാം. ലോകത്തിലുള്ള മുഴുവൻ ആളുകളിലേക്കും ഈ സാധനം നമുക്ക് ഓൺലൈനിലൂടെ എത്തിക്കാം. അപ്പോൾ ഇങ്ങനെ പല പല മെത്തേഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡിലൂടെയാണ് ഞാൻ എൻ്റെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? കാരണം ഇതിൽ ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും കാര്യങ്ങളിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഒരു ഫിസിക്കൽ സ്റ്റോർ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ആലോചിക്കണം. കാരണം ആൾക്കാർ കയറി വരാൻ പോകുന്ന സ്ഥലമാണ്. പക്ഷേ ഓൺലൈനിൽ മാത്രമേ നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ
നമ്മളത് സെറ്റ് ചെയ്യുന്ന സ്റ്റോർ ഓർ വെയർ ഹൗസ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, അത് ഭയങ്കര അങ്ങ് ഇൻറ്റീരിയറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? കാരണം പുറത്തുനിന്ന് ആൾക്കാർ വരുന്നില്ല, നമ്മളുടെ എംപ്ലോയീസ് മാത്രമാണ് അവിടെ ഉള്ളത്, പിന്നെ നമ്മളുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റോറും ഉണ്ട്, അതേ ഫിസിക്കൽ സ്റ്റോറിൽ നിന്നുകൊണ്ടുള്ള ഓൺലൈൻ ബിസിനസ്സും നിങ്ങൾ കാണുന്നുവെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് വേറൊരു തരത്തിലാണ്. അപ്പോൾ ഇത് ഓരോന്നിനും നമ്മൾ ഏതൊക്കെ തരത്തിൽ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള മോഡൽ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പണി പാളില്ലേ? ഈ ബിസിനസ് മോഡൽ എന്ന വാക്കിനകത്ത് റവന്യൂവിനെ മാത്രം കൊണ്ടിടണ്ട, അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഒരു സാധനമാണ് ഇതിനകത്തുള്ള ഫിനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറയുന്നത്. ഈ ടെക്നിക്കൽ ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അതൊക്കെ വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ ഈ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു റെക്കോർഡഡ് സെഷനാണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിരുന്ന് കേട്ട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി പോകാൻ സാധിക്കും. ഇനി സ്റ്റാർട്ടപ്പുകൾ ഫെയിൽ ആകുന്നതിൻ്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത് ടീം വീക്ക് ആകുമ്പോഴാണ്. അതായത് നമ്മൾ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു ടീം ഉണ്ടാവില്ലേ, അതിൻ്റെ ഇനിഷ്യലി എങ്കിലും ആ ടീം വളരെ സ്ട്രോങ് ആയിട്ട് വളരെ കമ്മിറ്റഡ് ആയിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ആഗ്രഹം മാത്രമാണ് പക്ഷെ പണിയെടുക്കാൻ വയ്യ. ഈ ബിസിനസ്സൊക്കെ എന്ന് പറയുമ്പോഴേ നമുക്കൊരു സമയം കൃത്യമായിട്ട് നോക്കി, ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും ബിസിനസ്സിലെ ടൈമിംഗ് വളരെ ഫ്ലെക്സിബിളാണ്, നമ്മളാണ് നമ്മുടെ ബോസ്, നമുക്ക് തോന്നുന്ന സമയത്ത് വരാം, തോന്നുന്ന സമയത്ത് പോവാം. ഇതും കേട്ടിട്ട് നമ്മൾ തോന്നുന്ന സമയത്ത് വരും, തോന്നുന്ന സമയത്ത് പോവും എന്ന രീതിയിലാണ് നമ്മൾ ഈ ബിസിനസ്സിനെ കാണുന്നതെങ്കിൽ ആ ബിസിനസ് ഒരു കാലത്ത് സക്സസ്ഫുൾ ആവാൻ പോകുന്നില്ല. എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് തന്നെ തീരുമാനം എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് സിനിമയ്ക്ക് പോവുകയാണ്, ഞാൻ ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ്, ഇന്ന് ഞാൻ ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങാൻ പോവാണ്, ഇന്ന് ഞാനൊരു മാച്ച് കാണാൻ പോവാണ്. ഇങ്ങനെ ഓരോരോ ചിന്തകളിലൂടെ നിങ്ങൾ പോയിട്ട് ഈ ബിസിനസ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കും. അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ആ ശ്രദ്ധ പോകുന്ന എന്താണ്, നിങ്ങൾ ഇപ്പോൾ ഒരു 5 പേര് ചേർന്ന് തുടങ്ങി വിചാരിച്ചോ, 5 പേരും ഇത്തരത്തിൽ വീക്കായി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പോകും. ഇനി ഈ 5 പേരിനകത്ത് 3 പേര് വളരെ സ്ട്രോങ് ആയി നിൽക്കുകയാണ്, 2 പേര് വീക്കായി നിൽക്കുകയാണ്, അപ്പോഴും പണിപാളും. കാരണം നിങ്ങൾ 5 പേര് ചേർന്നിട്ടാണ് ഒരു ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ 5 പേരുടെ സ്കിൽ സെറ്റും ഓരോന്നായിരിക്കും. അങ്ങനെ ആയിരിക്കണം കേട്ടോ. നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു വെബ്സൈറ്റൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പനി ആ രീതിയിലാണ് ഒരു സംഭവം സെറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ടീമിനകത്ത് നിങ്ങൾ എല്ലാവരും കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാണ്, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരാണ്, ഫൈൻ. നിങ്ങൾ ആ ഒരു ബിസിനസ് ലൈനിലേക്ക് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിച്ചു. ചിലപ്പം ഈ 5 പേരിനകത്ത് ഒരാൾ മാർക്കറ്റിങ്ങിൽ പുലിയായിരിക്കും, പുറത്ത് പോയി ആളുകളോട് സംസാരിക്കാനും അവരിൽ നിന്ന് ബിസിനസ് കൊണ്ടുവരാനും കപ്പാസിറ്റി ഉള്ളവൻ. രണ്ടാമതൊരുത്തൻ എന്ന് പറയുന്നത് വെബ്സൈറ്റ് ഡിസൈനിങ്ങിൽ പുലിയായിരിക്കും. അതായത് അവന് വളരെ എന്താ പറയുക, മോഡേൺ ആയിട്ടുള്ള സാധനങ്ങൾ ഡിസൈൻ ചെയ്യാനും അത് ക്ലയൻസിനെ കൺവിൻസ് ചെയ്യാനും അത് ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ, അത് ബിസിനസ് പുതുതായിട്ട് കൊണ്ടുവരാനല്ല, ബട്ട് ആയി വരുന്ന സാധനത്തിനെ ഡിസൈനൊക്കെ ചെയ്ത് ഫർദർ കൊണ്ടുപോകുന്ന കാര്യത്തിൽ പുലിയായിട്ടുള്ള ഒരാളായിരിക്കും ഒരാൾ. വേറൊരാൾ അതിൻ്റെ ഫൈനാൻസും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അതിൽ നല്ല ക്രിയേറ്റീവായിട്ട് അത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് മോഡലൊക്കെ ഡിസൈൻ ചെയ്ത് പോകാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ആളായിരിക്കും. ഇങ്ങനെ 5 പേരെ എടുത്ത് നോക്കി 5 പേര് 5 കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും. ഇതിൽ ഒരാൾ വീക്കായാൽ പോലും നമ്മുടെ ഒരു ചിറകങ്ങ് ഒടിഞ്ഞു പോകുന്നതിന് ഇക്വലൻ്റ് ആണത്. അപ്പോൾ ബിസിനസ്സിൽ ആ ഒരു ടീം വീക്ക് ആവുന്നതോടുകൂടി ഈ കംപ്ലീറ്റ് സാധനങ്ങൾ കയ്യിൽ നിന്ന് പോകും. ഇതുപോലെ തന്നെ പലപ്പോഴും സ്റ്റാർട്ടപ്പിൽ ഞാൻ കാണാറുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയോ, ഫൗണ്ടേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ആണ്. ഈ 5 പേര് ചേർന്നൊരു ബിസിനസ് തുടങ്ങിയെന്ന് വെച്ചാൽ 5 പേരും തമ്മിലടിക്കും. അതായത് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കോളേജിൽ ഒന്നിച്ച് പഠിച്ചു, നമ്മൾ ഭയങ്കര ആവേശത്തിൽ ഒന്നിച്ചെല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങി. ഇത് കോളേജ് എന്നുള്ള വാക്ക് മാത്രം പറയുമ്പോൾ ഇത് കോളേജിൽ നിന്ന് തുടങ്ങുന്ന ആൾക്കാരാണ് ഈ സ്റ്റാർട്ടപ്പ് എന്ന് ചിന്തിക്കേണ്ട. ബിസിനസ് ആദ്യമായി തുടങ്ങുന്ന ആരായാലും പക്ഷേ കുറച്ച് പേര് ചേർന്നിട്ട് അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് എല്ലാവരും നല്ല മച്ച കമ്പനിയായിരുന്നു. ബട്ട് ഇതങ്ങോട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് പൈസ അങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ പൈസ പോകുമ്പോഴത്തേനും ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. അതായത് നീ അത് നോക്കാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാണ് ആ കാര്യത്തിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളത്. ഇങ്ങനെ ഓരോരുത്തരും തമ്മിൽ കോൺഫ്ലിക്ട്സ് വരും. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് ഇത് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ടേംസ് ഒന്നും കൃത്യമായിട്ട് എഴുതുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും അതിൻ്റെ ലീഗൽ ഫ്രെയിം വർക്കും കാര്യങ്ങളും എല്ലാം കൃത്യമായിരിക്കണം. ഇതൊന്നും കൃത്യത ഇല്ലാതെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് മാത്രമൊക്കെ തുടങ്ങുന്ന ബിസിനസ്സുകൾ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേനും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവസാനം വേറെ ഒരു സൊല്യൂഷനും ഇല്ല. ആ ബിസിനസ് ഒഴിവാക്കി കളയുക എന്നുള്ളതല്ലാതെ അങ്ങനെ ബിസിനസ് കൊണ്ടുവന്ന് എൻഡ് ചെയ്യിക്കേണ്ട സിറ്റുവേഷൻസും ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് ലീഗലി ഇതിൽ ചെയ്യേണ്ടത്, എന്തായിരിക്കണം അതിൻ്റെ ഫ്രെയിം വർക്ക്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ പഠിക്കാതെ അറിയാതെ ഒരു സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത വരുന്നത് കൊണ്ടാണ് ഇതെല്ലാം പാളിപ്പോകുന്നത്. അപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ ഏത് ബിസിനസ്സിലേക്കും എൻറ്റർ ചെയ്യാവൂ. ചാടിക്കയറി എനിക്ക് പാഷനാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇതിനകത്ത് എൻറ്റർ ചെയ്യരുത്.
പുറത്തുനിന്ന് കാണുമ്പോൾ ബിസിനസ് നല്ല രസമാണ് എങ്കിലും നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരുപാട് റിസ്കുകളുണ്ട്, ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം. ഇതൊക്കെ പുസ്തകം മാത്രം വായിച്ചതിൻ്റെ പരിചയത്തിലല്ല ഞാൻ പറയുന്നത്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്വന്തമായി ബിസിനസ്സുകൾ റൺ ചെയ്തിട്ടുണ്ട്. ഞാൻ റൺ ചെയ്ത് സക്സസ്ഫുള്ളായി കൊണ്ടുപോകുന്ന ബിസിനസ്സുകളുണ്ട്, ഞാൻ തുടങ്ങിയിട്ട് അങ്ങനെ നിർത്തിപ്പോയി, അതായത് ഫെയിലിയർ ആയിപ്പോയിട്ടുള്ള ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അനുഭവത്തിൻ്റെ പരിചയത്തിൽ കൂടി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായി പഠിച്ച് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്തിട്ട് വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കും. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.